ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായി തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഫയൽ കണ്ടോ, ഇതിനെ ചുറ്റിപ്പറ്റിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് ഫയലും ഇങ്ങനത്തെ കുറച്ചധികം ഫയൽസ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിക്കുന്ന ഫയലുകളൊക്കെ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫയൽസ് ആട്ടോ. പിന്നെ ട്രാൻസ്പെറൻ്റ് ആവുന്നത് കൊണ്ട് കാണാനൊരു ഭംഗിയുണ്ട്. അതായത് എൻ്റെ ഒരു വൈബിനേക്ക് മാച്ചാണ്. അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യാനും സോർട്ട് ചെയ്യാനൊക്കെ ഒന്നുകൂടി ഈസി ആയിട്ട് ഇങ്ങനെ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് ഓരോ കാര്യങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ഫയൽസ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. അതിന് ഒന്നിന് 15 രൂപ എന്തോ വരുന്നത് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനിപ്പോൾ പുതുതായിട്ട് പെൻപാൽസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ ഓരോ പെൻപാൽസിൻ്റെ വീഡിയോസായിട്ടും അതിലൊന്നിലൊക്കെ ഞാൻ പറയാറുണ്ട് കോമൻസിലൊക്കെ ആയിട്ടും. അപ്പോൾ എനിക്ക് ഓൾറെഡി വന്ന കുറച്ച് പെൻപാൽസ് ഉണ്ടെന്ന് അതും ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ റിപ്ലൈസ് ഞാൻ ഫ്രീ ആവുന്ന സമയത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്ത് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഒരു ദിവസം ഷൂട്ട് ചെയ്യും, പിന്നെ വേറെ എന്നാണോ ഫ്രീ ആകുന്നത് അന്ന് ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒന്നിലധികം ദിവസങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം ആഴ്ചകളൊക്കെ എടുത്തിട്ടാണ് ഓരോ പെൻപാൽസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആദ്യം 2 സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി അടുത്ത 2 അങ്ങനെ 2 എന്നുള്ള കണക്കിലാട്ടോ ചെയ്തു പോകുന്നത്. അപ്പോൾ 2 പെൻപാലറ്റേഴ്സ് ഞാൻ പകുതി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നൊരു പോംപോം പോയിന്റ് തീമിലും ഒന്നൊരു വിൻറ്റേജ് തീമിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് 2 പകുതി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ആവുന്നതിനനുസരിച്ചാണ് ഓരോന്നും ചെയ്തു പോകാറ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത് കഴിഞ്ഞത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ വേണമായിരുന്നു. അങ്ങനെയാണ് ഈ ഫയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് ഡെക്കറേറ്റ് ചെയ്യുന്നതാട്ടോ. ഒരു പെൻപാൽ ഫോൾഡർ അല്ലെങ്കിൽ ഞാൻ അതിന് പെൻപാൽ ബോക്സ് എന്നാട്ടോ കൊടുക്കുന്നത് പേര്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലത്തെ ഒരു റെസിപ്റ്റും ഇങ്ങനെ നമ്മൾ ചുക്കി ചുളിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിക്ചർ, അതൊരു നോർമൽ ബ്രൗൺ ആസ്തറ്റിക്സിൽ വരുന്നൊരു റാൻഡം പിക്ചർ പിൻട്രസ്റ്റ് എന്ന് എടുത്തതാട്ടോ. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട്, അതായത് നമ്മൾ റെസിപ്റ്റിന് താഴെയായിട്ട് ഒരു ഗ്രിഡ് പേപ്പർ, അത് നമ്മൾ ആമസോണിൽ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഹോൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആമസോൺ ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ആ വീഡിയോയിലുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റാൻഡായിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ സ്റ്റിക്കർ, പിന്നെ ഒരു എന്താ പറയുക പുഡിങ്ങിൻ്റെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, പുഡിങ്ങിൻ്റെ സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ ബില്ലിൻ്റെ സാഡ് പോർഷൻ ഉണ്ടാവില്ല, അത് കട്ട് ചെയ്തിട്ട് ആ ഒരു റാൻഡം പിക്ചർ നമ്മൾ ആദ്യം കൊടുത്തില്ല, ഒരു ബ്രൗൺ ആസ്തറ്റിക്കിൽ വരുന്നത്, അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ സർക്കിൾ ഷേപ്പിൽ വരുന്ന സ്റ്റിക്കേഴ്സും അത് ഈ ഒരു റെസിപ്റ്റിൻ്റെ മുകളിലായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിക്ചർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്പെറൻറ്റ് ഫയൽ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും. അതായത് വിൻറ്റേജ് തീം ആണെങ്കിലും ഭംഗിയായിരിക്കും, ഇങ്ങനത്തെ അസ്തറ്റിക് ആയാലും ഭംഗിയായിരിക്കും കേട്ടോ. ഇനി അടുത്തത് ഇതിൻ്റെ പേര് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. ഞാൻ ആദ്യം പെൻപാൽ ഫോൾഡർ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി പെൻപാൽ ബോക്സ് ഒന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ആൽഫബറ്റ് സ്റ്റിക്കർ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ പെൻ ബോക്സ് എന്നാണ് കൊടുക്കുന്നത്, പെൻപാൽ എന്ന് കൊടുക്കുന്നില്ല, പെൻ ബോക്സ്. കാരണം പെൻപാൽ ബോക്സ് മൊത്തത്തിൽ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഡിസൈൻ ചെയ്തതിൻ്റെ അവിടുന്ന് കുറച്ച് നീങ്ങിയിട്ട് പോകും. അപ്പോൾ ഇതാകുമ്പോൾ ഒക്കെ ഒരു രീതിക്ക്, അതായത് ആ ലേഔട്ട് എല്ലാതും ഒരൊറ്റ ഇതിൽ നിൽക്കുന്ന പോലെ തോന്നൂലേ. എങ്ങനെയാണത് വിശദീകരിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ചെയ്ത് വെച്ച ആ ഒരു പെൻപാലറ്റർ കാര്യങ്ങളൊക്കെ ഇതിലിട്ട് വെക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.